Hi friends, welcome to Sakshi kitchen. ഇനി ഞാൻ വന്നിരിക്കുന്നത് പക്കാവടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കടലമാവ് എത്രയാണോ എടുത്തിരിക്കുന്നത് സെയിം അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണം എടുക്കാൻ, പുട്ടുപൊടി എടുക്കരുത്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം വേണ്ടി വന്നു. പിന്നെ ഓരോ പൊടിക്കനുസരിച്ച് ഈ വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരാം കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി പക്കവട തയ്യാറാക്കാനായിട്ട് സേവനാഴിയിലെ അച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള അച്ച് വേണം എടുക്കാൻ. അച്ച് സേവനാഴിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സേവനാഴിയിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്, കടലമാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി മാവ് നല്ലോണം ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ പക്കാവട വറുത്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് നമുക്ക് ചുറ്റിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ പക്കാവട മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. പക്കാവട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ സെയിം ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.